ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒന്ന് പുറത്തേക്ക് പോവാണ്. ഇതൊരു ഔട്ടിംഗ് വ്ളോഗാണ്. ഇതെന്ന് പറയുന്നത് സാറ്റർഡേ നൈറ്റാണ്. സാറ്റർഡേ ഒരു 7:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ മക്കളെയും ഒക്കെ റെഡിയാക്കി ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. പുറത്തേക്കെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഹാഫ് ഡെസേർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ട് നമ്മളൊരു ചെറിയ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഗ്രില്ലും ബാർബിക്യൂ ഗ്രില്ല് അങ്ങനെയുള്ള ചിക്കൻ, മട്ടൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസൊക്കെ അവിടെ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നൈറ്റ് നമ്മൾ ഇന്ന് ഹാഫ് ഡെസേർട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഹാഫ് ഡെസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ താമസിക്കുന്ന വർസാനിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് മാക്സിമം ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്താണേലും എത്തി. അവിടെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും എല്ലാവരും എത്തിയിരുന്നു. ഞങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു 4-5 ഫാമിലീസ് ടോട്ടൽ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആണുങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ എല്ലാം വെൽ പ്രിപ്പയർ ആയിട്ടാണ് കൊണ്ടുവന്നത്. കാരണം 5 ഫാമിലീസും ഡെസേർട്ടിൽ നമുക്ക് വേണ്ട കുക്കിങ്ങിനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട ഐറ്റംസ് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നും സ്കിപ്പായി പോകാത്ത രീതിയിൽ മറക്കാതെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ ഇരിക്കാനുള്ള ചെയറാണെങ്കിലും മാറ്റാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫുഡ് പരമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ. അപ്പോൾ ആക്റ്റീവായിട്ട് നമ്മൾ കുക്കിങ്ങിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആണുങ്ങൾ എല്ലാവരും നമ്മൾ കനൽ കൊണ്ടുവന്നായിരുന്നു കുക്കിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ അതിന് വേണ്ടി ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂവല് കാര്യങ്ങൾ എല്ലാം കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ നമ്മളൊരു 3 ബർണറിലായിട്ട് 3 ഇതിലായിട്ട് കനലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫയർ പിടിപ്പിക്കുകയാണ്. കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്നാക്സും കാര്യങ്ങളെല്ലാം കഴിക്കലും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അപ്പോൾ കുട്ടികളെല്ലാം സൈഡിലിരുന്ന് എന്തോ കഴിക്കലോ. അപ്പോൾ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്ക്. പിന്നെ അതിനുശേഷം ഇതെന്ന് പറയുന്നത് സൈഡിൽ കുക്കിംഗ് ആണ്. ഇത് ചിക്കൻ്റെ ഇത് മട്ടൻ്റെ പീസസാണ്. അപ്പോൾ അതിൽ നമ്മൾ മസാലയൊക്കെ പുരട്ടി ഫ്രഷ്ലി അവിടെ നിന്ന് തന്നെ മസാലയൊക്കെ പുരട്ടി ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്ത് അവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. പിന്നെ ചിക്കൻ, ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ചിക്കൻ, അതായത് ഗാർലിക് ചിക്കനും അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി ചിക്കൻ, അങ്ങനെ പല പല ചിക്കൻ്റെ വെറൈറ്റീസും എല്ലാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ. അപ്പോൾ പല പല ഫ്ലേവർ എടുത്ത് എന്നാന്ന് വെച്ചാൽ കുട്ടികൾക്ക് എരിവ് കുറഞ്ഞതും നമ്മൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളതും. അങ്ങനെ പുറത്ത് നല്ല തണുപ്പാണ്. നമ്മൾ വന്ന സമയത്ത് ഏകദേശം ഒരു 15 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പിന്നീട് മുന്നോട്ട് പോകെ അതൊരു ഒരു 11 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കഴിക്കുന്നതൊരു സന്തോഷമാണ്. കഴിക്കുന്നതിനേക്കാളും നമുക്ക് ഭയങ്കര ഒരു രസം എന്ന് പറയുന്നത് കുക്ക് ചെയ്യുമ്പോഴത്തേനും സാലഡും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഫുഡ് ഒരു ബാച്ച് റെഡിയായതനുസരിച്ച് നമ്മൾ കുട്ടികളെയൊക്കെ ഒരു മാറ്റ് വിരിച്ചിട്ട് ഇരുത്തിയതിന് ശേഷം കുട്ടികളെയൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെക്കുന്നത് കാസ്ട്രോളിലേക്ക് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നത് കൊണ്ട് അവർക്കത് ഇടയ്ക്ക് വിളമ്പി കൊടുത്തു. അങ്ങനെ നമ്മളിന്ന് പല ഡിഫറെൻറ്റ് ഐറ്റംസാണ് നമ്മളിന്ന് ചെയ്യുന്നത്. നമ്മൾ സോസേജ് ചെയ്യുന്നുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോണ്, പിന്നെ ചിക്കൻ്റെ ഡിഫറെൻറ്റ് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് വെറൈറ്റി ചിക്കൻ, അതുപോലെ തന്നെ മട്ടൻ. പിന്നെ ഭയങ്കര നല്ല ചൂട് ഫുഡും അതുപോലെ തന്നെ ഭയങ്കര തണുത്ത ക്ലൈമറ്റും. ഇതെന്ന് പറയുന്നത് നമ്മുടെ മട്ടൻ്റെ പീസസാണ്. അപ്പം അതും ഭയങ്കര സൂപ്പർ ടേസ്റ്റായിരുന്നു. ഒരു സ്പെഷ്യൽ മസാല ഒക്കെ ഇട്ടിട്ട് ഭയങ്കര ടേസ്റ്റ്. നമ്മൾ വായിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ
അലിഞ്ഞു പോകുമെന്ന് പറയുകയല്ലേ. അപ്പം ഇത്രയും ടേസ്റ്റായിട്ട് ഒരു മട്ടൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. പിന്നെ കോണെന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കോണായിരുന്നു. അപ്പം പിന്നെ ഇതാ നമ്മളൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കഴിക്കൽ തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതാ അതിനുശേഷം നമ്മുടെ ഫുഡടി പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം തണുപ്പ് ഓരോ ടൈം കഴിയും തോറുമേ ഒരു 11:30 12 ഒക്കെ ആയപ്പോഴത്തേനും നല്ല തണുപ്പായി ഹാഫ് ഡെസേർട്ടിൽ. അപ്പോൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്ത ആ ഒരു സംഭവങ്ങളൊക്കെ അതൊക്കെ മാറ്റി. നമ്മുടെ ഫുഡ് അടിക്കലും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ വീണ്ടും കനലും തീയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ തീ ഇങ്ങനെ ചുറ്റും ചെയറൊക്കെ ഇട്ടിട്ട് കുറേ നേരം തീ കായാനിരുന്നു. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സുഖമായിരുന്നു. കാരണം നല്ല അടിപൊളി തണുപ്പും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ചൂട്. അപ്പോൾ ഫുഡ് വയറ നിറച്ച ആഹാരമൊക്കെ കഴിച്ചു. പിന്നെ പുറത്ത് തണുപ്പായതുകൊണ്ട് നല്ല അടിപൊളി ചൂട് സുലൈമാനി കുടിച്ചു. സുലൈമാനി വേണ്ടാത്തവർ ജ്യൂസ് കുടിച്ചു. അങ്ങനെ കഴിക്കലായിരുന്നു. അപ്പോൾ വയറൊക്കെ നിറഞ്ഞു. ഇനി കുക്കിങ്ങും തിരക്കും എല്ലാം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഫ്രീ ആയിട്ട് എല്ലാവരും കൂടി ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി ചെയറിൽ തീയൊക്കെ കാഞ്ഞ് ഇരിക്കുകയാണ്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട്. അപ്പം വിൻ്ററിൽ ഇങ്ങനെ ഇവിടെ ഇപ്പം ദുബായിൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എല്ലാ വിൻ്ററിലും നമ്മൾ ഇങ്ങനെ 1-2 പരിപാടികൾ പിടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം വിൻ്ററിൽ ഒരു എന്താ പറയുക ഗ്രില്ലെങ്കിലും ചെയ്യുക, ഒരു ഡെസേർട്ടിൽ കൂടുക. അതെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് വിൻ്റർ ഭയങ്കരമായിട്ട് മിസ്സാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 വീക്സ് മുന്നേ നമ്മൾ ലിവയിൽ ഇതുപോലെ ഒരു അടിപൊളി ഒരു സംഭവം ഉണ്ടായിരുന്നു, വിൻ്റർ സ്പെഷ്യൽ. അതുപോലെ തന്നെ അതിന് ശേഷം നമുക്ക് കിട്ടിയത് ഇതാണ്. അപ്പോൾ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ നേരം ആ ഒരു തീയും ഒക്കെ ആ പുറത്തെ ഒരു തണുപ്പൊക്കെ കാരണം അതങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കനലൊക്കെ ഇട്ടിട്ട് ഫ്യൂവലൊക്കെ ഒഴിച്ച് വീണ്ടും നമ്മൾ ഫയർ പിടിപ്പിക്കുകയാണ്. അപ്പം അത് ഭയങ്കര ഒരു അത്യാവശ്യം 3 എണ്ണ ഉള്ളത് കൊണ്ട് അപ്പം ആ ഒരു പുറത്ത് തണുപ്പാണെങ്കിലും നമുക്ക് ഇങ്ങനെ അങ്ങ് ചൂടെടുത്തിരിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ആശ്വാസമാണ്, ഭയങ്കര ഒരു റിലീഫാണ്. അപ്പോൾ ഇതുള്ളത് കൊണ്ട് ഭയങ്കര ഒരു സുഖമായിരുന്നു. നമുക്ക് കുറച്ച് കൂടുതൽ നേരം നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നേരം നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഓരോ കുട്ടികളുടെ ഓരോ പാട്ടും കാര്യങ്ങളും, കുട്ടികളുടെ കുറച്ച് കലാപരിപാടികൾ, അതായത് അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ അവർ നമ്മളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യും. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ സ്പീക്കറിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പാട്ടും കാര്യങ്ങളൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഒരു അടിപൊളി ഒരു വൈബ്, ഒരു വിൻ്റർ വൈബ് സെറ്റ് ചെയ്യാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റി. അപ്പോൾ ഈ ഹാഫ് ഡെസേർട്ട് നമ്മുടെ തൊട്ട് അടുത്ത് തന്നെയാണ്. ഇക്കൊക്കെ എല്ലാ ഫ്രൈഡേയ്സിലും ഹാഫ് ഡെസേർട്ടിൽ പോകാറുണ്ട്. കാരണം ഫ്രണ്ട്സൊക്കെ ആയിട്ട്, ആണുങ്ങൾ മാത്രം ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തേ പിന്നെ എല്ലാ ഫ്രൈഡേയ്സിലും ഇതുപോലെ ഹാഫ് ഡെസേർട്ടിൽ പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കുറേ ലേറ്റ് നൈറ്റ് ആകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ തവണത്തെ വിൻ്ററിലെ ഫസ്റ്റ് ഹാഫ് ഡെസേർട്ടിൽ കൂടിയിട്ടുള്ള ഫാമിലി മീറ്റപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ പിന്നെ അത് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഇതൊരു രസമായി. അതിനുശേഷം എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ വീശി ആ ഒരു ഇരുട്ടത്ത് ഈ ഒരു ലുക്ക് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇരുട്ടത്ത് വേറെ അങ്ങനെ കുറേ കളികൾ. പിന്നെ സാറയുടെ മാത്രമല്ലായിരുന്നു, കുട്ടികളെല്ലാവരും പാട്ടും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ സാറ കുറേ നേരം എല്ലാവരും ചുറ്റും ഇരുന്നിട്ട്, സാറ നടുക്ക് ഇരുന്നിട്ട് എന്തൊക്കെയോ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരെയും പിടിച്ചിരുത്തി നിർബന്ധിച്ച് സാറയുടെ പാട്ട് കേൾപ്പിക്കുകയായിരുന്നു.
അങ്ങനെ സാറായും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം മക്കളെയൊക്കെ ഭയങ്കര തണുപ്പ് നമുക്കറിയാമല്ലോ, നല്ല തണുപ്പായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ട് തന്നെ കുട്ടികളെയൊക്കെ എന്താണ് ഫുള്ള് തണുപ്പിനെ സർവൈവ് ചെയ്യാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കുട്ടികളെ മാത്രമല്ല നമ്മളെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ വെൽ സെറ്റായിരുന്നു. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനെയാണ് ഇറങ്ങുന്നത്. കാര്യം വെച്ചാൽ നമുക്ക് നമ്മൾ പോയി എത്തുന്ന ടൈമിലുള്ള ഒരു തണുപ്പല്ല പിന്നീടൊരു എന്താ പറയുക ഒരു 11 o'clock 12 ഒക്കെ ആകുമ്പോഴത്തേനും. അപ്പം ഭയങ്കരമായിട്ട് നമ്മളിവിടെ ഒരു 1:32 ഏകദേശം അത്രയും ടൈം വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് തണുപ്പ് കൂടിക്കൂടി വരികയാണ്. പിന്നെ നമ്മുടെ ആ ഒരു ഹാഫ് ഡെസേർട്ടിൽ നമ്മളൊരു പ്ലേസ് കണ്ടെത്തിയത് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം എല്ലാ കോർണറിലും എല്ലായിടത്തും ആളുകൾ വന്നിട്ട് ഇങ്ങനെ അവരുടെ കുക്കിംഗ് ഐറ്റംസൊക്കെ വെച്ചിട്ട് ഗ്രില്ലും ബാർബിക്യൂ അങ്ങനെ എല്ലാവരും സെറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും മാക്സിമം വിൻ്റർ വീക്കെൻഡ്സ് അടിച്ചു പൊളിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. അപ്പം നമ്മളും അടിച്ചു പൊളിച്ചു. നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ടേസ്റ്റി ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഗെറ്റ് ടുഗദറും ഒരു അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കുട്ടികളും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ സൈറായ്ക്കൊക്കെ ഇത് യൂസ്ഡായി. ഇങ്ങനെ ഈ പിള്ളേരെ ഇങ്ങനെ കൊണ്ടുപോയി അവർക്ക് ഇതുപോലെ ഡെസേർട്ടും അതുപോലെ തന്നെ ടെൻറ്റും ക്യാമ്പിങ്ങും ഇങ്ങനെ തണുപ്പത്തുള്ള സ്റ്റേയും കാര്യങ്ങളൊക്കെ മക്കൾക്ക് യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് നേരം എല്ലാവരും റിലാക്സ് ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. അപ്പം എല്ലാവരും മാറ്റൊക്കെ വെറുതെ വിരിച്ചതേ ഉള്ളൂ. കാരണം തണുപ്പ് കാരണം ആരും മാറ്റിലൊന്നും അല്ല ഇരുന്നത്. എല്ലാവരും ബ്ലാങ്കറ്റൊക്കെ വിരിച്ച് ചെയറിലൊക്കെ സെറ്റ് ആവുമായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം പോകാനുള്ള സമയമായി. നമ്മളിതാ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. വണ്ടി എല്ലാവരും അവനവൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സൈറൂനെ ഞാൻ വണ്ടിയിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പം കുഞ്ഞു പാവം പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മൾ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഉറക്കവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.